കൃഷിഭവൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കപ്പ പൊടിച്ചിട്ട് ഇത്തിരിയായി ഇനി കുറച്ച് വളം കൂടി കൊടുക്കട്ടെ. എന്നാലും ഇനി കിഴങ്ങ് വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വളം കൊടുക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇതെന്നാന്ന് അറിയാം, ഇത് കമ്പോസ്റ്റ് വളമാണ് കേട്ടോ. കമ്പോസ്റ്റിലിട്ട് കമ്പോസ്റ്റ് വളമാണ് ഇത്. അതാണിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ചാണകവും ബാക്കി എല്ലാ കാടും പടലും എല്ലാം കൂടി ഇട്ടിട്ടുള്ള വളം കൊടുക്കും. വേറെ ഒന്നും ഇപ്പം ഇനി കൊടുക്കുന്നില്ല. കുറച്ച് ചാരവും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചാരം അത് ഓരോ പൊടി അതിന് ചുറ്റും ഇട്ട് കൊടുക്കട്ടെ. കണ്ടോ, ഇതേപോലെ കുറച്ച് ചാരം, ഓരോ പൊടി ചാരവും കൂടി അതിന് ഇട്ട് കൊടുക്കുക. ചാരം ഇട്ടാലും നല്ല വളമാണ്. ചാരം അപ്പക്കെല്ലാം നല്ലതാണ്. അതിനാണ് ഇപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം കണ്ടില്ലേ, പിന്നെ ഓരോ പൊടി ചാരവും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഈ ചാരം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ അത് കൂട്ടി കുഴക്കുന്നില്ല, കുഴക്കാൻ കഴിയില്ല. അത് എല്ലാം കൂടി വാരിയിട്ട് ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കാം. അതാ നല്ല. ഇത് ഇനി വളമൊന്നും കൊടുക്കണ്ട. ഇനി കിഴങ്ങായിട്ടാകുമ്പോൾ നമ്മൾ പരിക്കാൻ മാത്രമേ പോകണ്ടൂ. ഇതിപ്പോൾ ഇത് കണ്ടുവല്ലോ. ഞാനിപ്പോൾ ഇതെനിയിപ്പം വാരിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇതിന് ചുറ്റും വാരിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇത് വേണ്ട, വലിയ ചാക്കാണ്, ചെറുതും ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം ഇതിനിടക്ക് ഞാൻ ചപ്പ് ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ചപ്പ് വേണ്ട. ഇതിൻ്റെ വില മേടിക്കൽ കുറച്ച് മണ്ണ് മേടിക്ക് വാരിയിട്ട് കൊടുക്കുക. കുറച്ച് മണ്ണ് വേണമെന്നുണ്ടെങ്കിൽ വാരിയിട്ട് കൊടുക്കുക. അതില്ല ഇപ്പം വേണമെന്നില്ല, നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഉണ്ടാ, ഇതേപോലെ നിങ്ങൾ ആ കിഴങ്ങിന് ഇതെന്ന് വെച്ചാൽ നമുക്ക് കിഴങ്ങ് വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കിഴങ്ങ് വണ്ണം വെച്ചോളും. ഇനി ചുറ്റും വരുമ്പോൾ നല്ല പോലെ വണ്ണം വെക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ്. ചാക്കിൽ കൊടുക്കുന്നതായതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് അവർക്ക് വലിച്ചെടുക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നല്ലോണം വളം കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ വളം ഇട്ടിട്ട് കൊടുക്കുക. വളം കുറഞ്ഞു പോയാലെന്ന് വെച്ചാൽ അവര് പണി മുടക്കും, കിഴങ്ങുണ്ടാവില്ല. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. നമുക്ക് കിഴങ്ങ് വേണമെന്നുണ്ടെങ്കിൽ വളം ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വണ്ണം വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോകും. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ മറ്റേ 3 കൂടി ഇടാനുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കട്ടെ. കണ്ടില്ലേ, ഇതുപോലെ ഇട്ട് കൊടുക്കുക. 2 പുട്ട് കൊടുക്കും. ഇപ്പൊ കണ്ടില്ലേ, നല്ലപോലെ വളം ഉണ്ടെങ്കിൽ മാത്രമേ കിഴങ്ങെല്ലാം വണ്ണം വെക്കൂലും. ഇതിനിടക്ക് കുറെ കരിയില ഇട്ട് കൊടുത്തിന്. ഇനി അതുകൊണ്ട് കരിയില വേണ്ടാന്ന് വെച്ചതാണ്. ഇപ്പൊ ഈ കിഴങ്ങ് അന്ന് വളവും കിഴങ്ങും രണ്ടും കൂടി ഇട്ട് കൊടുത്തിന്. ഇതുണ്ടായാൽ ഈ ചാരവും ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്താൽ ഈ കിഴങ്ങ് വണ്ണം വെച്ചോളും. അതിനാണ് ഇതിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടല്ലേ, ഇനിയിപ്പോൾ ഇനി 2 കൂടി ഇട്ട് കൊടുക്കണം. ഇത് നല്ല വളമാണ്. കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട വളമാണ്. കമ്പോസ്റ്റ് ആക്കിയിട്ട് ഞാൻ പിന്നെ ആ കുണ്ടിൻ്റെ അകത്ത് ഇട്ടതാണ്. അസോള ടാങ്കിൻ്റെ അകത്ത് ഇട്ടതാണ്. ഇതെല്ലാം കൂടി വാരി ചാണകവും എല്ലാം ഉണ്ട് ഇതിൽ. ഇപ്പൊ ഞാൻ ഇതിനും കൂടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ എങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ തേങ്ങൊന്നും കീല. ഇക്കെല്ലാം മണ്ണൊന്നും വെച്ചിട്ടില്ല. പന്നി പൊരിച്ചിട്ട് ആദ്യം കുഴിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇതേപോലെ പന്നി പൊരിച്ചിട്ട് കളഞ്ഞു ആദ്യം കുഴിച്ചിട്ടുണ്ട് വന്നിന്. അതന്നെ കുഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കിഴങ്ങ് കിട്ടുമെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. എന്നാലും നിങ്ങളെ കാണിക്കാൻ കിട്ടിയാൽ മതിയാണ്. ഞാൻ ഈ കഷ്ടപ്പെട്ടത് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ പന്നി കൊടുക്കാണ്ട് കൊണ്ടുപോകാണ്ട് വെച്ചാൽ നിങ്ങളെ കാണിക്കാം. അല്ല, പന്നി കൊണ്ട് കൊണ്ടുപോകുന്നില്ല പിന്നെ നമുക്ക് കാണിക്കാനും പറ്റില്ലല്ലോ. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇത് 1 കൂടി ഇടാൻ ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ. നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെ എല്ലാവരും കൃഷി ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ തന്നെ നടക്കണം. അതിന് വയ്ക്കുമ്പോഴേ വീഴുന്ന വെള്ളവും ദിവസവും വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്. ചാക്കിലാകുമ്പോൾ അങ്ങനെയാണ്. ഉണ്ടോ, നല്ലപോലെ വളമുണ്ട്.
ഇനി ചെയ്യാൻ മാത്രം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ വേണ്ടി കുറച്ച് മണ്ണ് വേണ്ടി വാരിയിട്ട് കൊടുക്കാം. കിഴങ്ങ് ചെറിയ കിഴങ്ങ് നീണ്ടു തുടങ്ങി കേട്ടാ. ചെറിയ കിഴങ്ങായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിപ്പോ ഇനിയിപ്പോൾ ഇത്തിരി ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഇതുപോലെ നിങ്ങൾ ചെയ്ത് കവിളിക്കിട്ട് കൊടുക്കുക. ഇനി കപ്പ പൊരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരും. ഇനി വെള്ളം നനച്ച് കൊടുക്കുക. ഇവിടെ ഇനി ഒരു വളവും കൊടുക്കുന്നില്ല. വേണ്ടുന്ന വളം കൊടുത്തു. മൂന്നാമത്തെ പ്രാവശ്യം ഇത് കൊടുക്കുന്നു. ആദ്യം നട്ടു, പിന്നെ രണ്ടാമതൊരു വളം കൊടുത്തു, പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഈ വളം കൂടി കൊടുത്ത്. ഇനി ഒരു വളവും ഇല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരുമെന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും. ഹൈപ്പ് അടിച്ചാൽ പിന്നെ എനിക്ക് ഒരു പോയിന്റ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുക അല്ലേ. പിന്നെ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.